ഞാനേ ഇവിടെ ഞങ്ങൾ ഒരു 5th ഫ്ലോറിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. നടക്കാനും പിന്നെ ടെന്നീസ് കളിക്കാനും പിന്നെ ജിമ്മൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വെതറാണെന്ന് പറഞ്ഞിട്ട് അരവിന്ദ് തന്നെ പിടിച്ചിറങ്ങി. ഞാൻ മടി പിടിച്ച് മുകളിലിരിക്കുകയായിരുന്നു. സോ ഇവിടെ നിന്ന് ഒരു റൗണ്ട് അടിച്ചു. പക്ഷേ നല്ല കാറ്റുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നൊരു റീലെടുക്കാം. ഔട്ട്ഡോർസിൽ നിന്ന് ഒരു ഫ്രഷ് ആയിട്ട് നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് പറയാനുള്ളൊരു കാരണമുണ്ട്. നോക്കൂ, ദിസ് ഈസ് മൈ കളർ. ഇപ്പോൾ ഞാൻ എന്നെ നിങ്ങൾ കാണുന്നില്ല, ഒരു ഫിൽറ്ററും ഇല്ല, ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ കാണുന്നത്. അതിനകത്ത് ഇന്നലെ ഞാൻ അവിടെ വീട്ടിൽ ഇരുന്ന് പറയുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ലൈറ്റ്സ് ശരിയല്ലാത്തത് കൊണ്ട് കറക്റ്റ് ആയിരിക്കത്തില്ല, നമ്മുടെ സ്കിൻ ടോൺ കാണുന്നൊന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. ബട്ട് ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഇതൊരു ബ്യൂട്ടി കോൺടെസ്റ്റ് അല്ല, അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു കാര്യമല്ലല്ലോ. ഐ എം ജസ്റ്റ് ടോക്കിംഗ് ടു യു ഓൾ. എൻ്റെ വീടിൻ്റെ ഉള്ളിലിരുന്നായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ തോന്നുമ്പോഴായിരിക്കും ഞാൻ എടുക്കുന്നത്. അതിനൊരു പ്രത്യേക ഒരു എന്താ പറയുക, ലൈറ്റും സെറ്റപ്പൊന്നും ഇല്ല. അപ്പോൾ ഒരാൾ നമ്മൾ ആ സാരിയെ പറ്റിയൊക്കെ പറഞ്ഞ വീഡിയോയില്ലേ ഇന്നലെ, അതിനകത്ത് പറയുണ്ടായി കൈക്ക് കൂടെ എന്തെങ്കിലും ചെയ്തുകൂടെ, അങ്ങനെ ഒരു ചോദ്യം. അതായത് മേക്കപ്സിനെ പറ്റി പറഞ്ഞപ്പോഴേ കൈ ഡാർക്കാണെന്നാണ് അവർ പറയുന്നത് എന്ന് ഞാൻ അനുമാനിക്കുന്നു. കാരണം ഞാൻ പിന്നെയും പോയി നോക്കി എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ടെൽ യു, അത് അവരുടെ പേഴ്സ്പെക്റ്റീവ് ആട്ടോ, അവർ പറഞ്ഞോട്ടെ. പക്ഷേ എനിക്ക് പറയണമല്ലോ, അതിൻ്റെ ഉത്തരം എനിക്ക് നിങ്ങളോട് പറയണം. പലർക്കും പല കളറായിരിക്കും, പല സ്കിൻ ടോൺ ആയിരിക്കും. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡ്രവീഡിയൻസ് ആണ്. നമ്മളുടെ ഈ പരന്നിങ്ങനെ വെച്ചേക്കുന്ന മാപ്പ് കാണുന്നില്ലേ നിങ്ങൾ, ഗ്ലോബാണെന്ന് നമുക്കറിയാം നമ്മുടെ എർത്ത്. പക്ഷെ പരത്തി വെച്ചിരിക്കുന്ന മാപ്പിൽ എല്ലാം കൂടി ഇങ്ങനെ ഒതുക്കി 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 ഒന്നാക്കി നോക്കൂ, ഈ രാജ്യങ്ങളെല്ലാം കൂടി. ഇന്ത്യ പോയി ഒട്ടുന്നത് ആഫ്രിക്കയിലായിരിക്കും. ആർക്കും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, അത് അവിടെ നടർന്നിരുന്ന് കാലാന്തരത്തോളം സഞ്ചരിച്ച് മാറി 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 ഇങ്ങനെ പോയതാണ് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ കുറേശ്ശെ ആയിട്ട് കടൽ കയറി ഇങ്ങനെ വന്നു. ഒന്ന് പോയി എടുത്തു നോക്കൂ, ഇപ്പം തന്നെ പോയിട്ട് ഭൂഖണ്ഡം എടുത്തു നോക്കൂ. അതുകൊണ്ട് ആഫ്രിക്കൻസ് അവരുടെ തോല് പൊളിച്ച് കളയാറുണ്ടോ, അവർ കറുത്തതാണെന്ന് പറഞ്ഞ്? അല്ലെങ്കിൽ ആരെങ്കിലും പറയുമോ? ഓഫ് കോഴ്സ് കറുത്തതെന്ന് ഉപയോഗിക്കാൻ പാടില്ല, ബ്രൗണിഷാണ് നമ്മളെല്ലാവരും. ആരെങ്കിലും പറയുമോ ഇങ്ങനെ ഇതൊരു ചീപ്പായിട്ടുള്ള സാധനമല്ലേ? അങ്ങനെയുള്ളവർ ഇതിനകത്തുനിന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യൂ. എന്തിനാ വെറുതെ ഞാൻ പറയുന്നത് കേൾക്കുന്നത്? ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഡൂയിങ് ദിസ് കേട്ടോ. കാരണം എന്താണെന്ന് അറിയാം, എന്നോട് കുറേ സൗഹൃദമുള്ള അല്ലെങ്കിൽ എന്നോടൊരു ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ ഇതിനകത്ത് വന്നിരുന്ന് വളരെ മനോഹരമായിട്ട് നമ്മൾ ഈ സമയം സംവദിച്ചുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ, നെഗറ്റീവ്സ് മാത്രം കാണല്ലേ നിങ്ങൾ. ഇതൊരു നെഗറ്റീവും അല്ല. സി, ഐ വിൽ ടെൽ യു, ദിസ് ഇസ് നോട്ട് എ നെഗറ്റീവ് തിങ് അറ്റ് ഓൾ ടു ബി ഡാർക്ക് സ്കിൻഡ്. അങ്ങനെയല്ലേ, അതൊക്കെയല്ലേ ഞാനൊക്കെ പറഞ്ഞു തരണ്ടേ ഇന്ന് വളർന്നു വരുന്ന സമൂഹത്തിനോട്. അങ്ങനെയല്ലേ പറഞ്ഞു തരേണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, എൻ്റെ ഒരു കോർപ്പറേറ്റ് ലൈഫിലും ഞാൻ ഡാർക്കാണെന്നോ അല്ലെങ്കിൽ ബ്രൗൺ സ്കിൻഡ് ആണെന്നോ എന്നും പറഞ്ഞ് ഒരാൾ പോലും എന്നെ മാറ്റി നിർത്തിയിട്ടുമില്ല. നോബഡി ഹാസ് ഗിവൺ മീ എന്താ അങ്ങനെ ഒരു ലുക്ക്, അയ്യേ ഇവർ വലിയ ആളാവാൻ നടക്കുന്നത്. നത്തിങ് ലൈക്ക് ദാറ്റ്. നമ്മളുടെ ഓൺ എന്താ പറയുക, നമ്മൾക്കുള്ളിലുള്ളൊരു ബിലീഫില്ലേ, അതാണ് നമ്മളെ നയിക്കുന്നത്. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടതെന്ന് വെച്ചാൽ, അവരെങ്ങനെയായിരിക്കണം നമ്മളെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ആയിരിക്കണം നമ്മൾ അവരോട് പെരുമാറേണ്ടത്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല കാര്യപ്രാപ്തിയും ഇവരും ഒക്കെ ഉള്ള സ്ത്രീകളാണ് കാണുന്നത്. ഒന്ന് രണ്ട് ചില ആളുകൾ ബാലിഷ്യമായ കമൻസ് ഇടുന്നുണ്ട്. പക്ഷെ അവരുടെ ലൈഫിൽ അവർ സക്സസ്ഫുൾ ആയിരിക്കാം. അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നി അങ്ങനെ അങ്ങോട്ട് ഇടണം എന്ന് തോന്നി ഇട്ട് പോയതായിരിക്കാം. പക്ഷേ എനിക്കൊരു കണ്ടൻറ്റാണ് കേട്ടോ ഇതൊക്കെ. അതുകൊണ്ട് ഇട്ട ആളിത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുകയും ഒന്നും വേണ്ട. ഇത് സമൂഹത്തിനോട് പറയേണ്ട, ഞാൻ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ചു പറയേണ്ട കാര്യമാണ് അല്ലേ ഇത്. നിങ്ങൾ ആ മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞൊരു കുട്ടീനെ കണ്ടിട്ടില്ലേ? എന്തൊരു ഐശ്വര്യമാണ് അതിനെ കാണാനായിട്ട്. കുറച്ച് പ്ലംപാണ്, പക്ഷേ കുറച്ച് ഡാർക്ക് സ്കിന്നുമാണ്. ബട്ട് എന്തൊരു ഭംഗിയാണ് അവരുടെ അഭിനയവും അവരുടെ സംസാരവും. നന്നായി പാട്ട് പാടും അല്ലേ. അവരും ഒരു പ്രാവശ്യം ഒരു ഇതിൽ പറയുന്നുണ്ടായിരുന്നു, ഈ ഡാർക്ക് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരനെ കണ്ടിട്ടാണോ നിങ്ങൾ തമാശകൾ ഉണ്ടാക്കുന്നതെന്ന്. ശരിയാണ്, ഞാനും നോക്കിയിട്ടുണ്ട്. എല്ലാവരും അങ്ങനത്തെ. ഇവിടെ പിന്നെയും കാറ്റ് വരുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് കാറ്റ് വരും. ഞാനും നോക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ആൾക്കാർ ഇങ്ങനെയാണ് തമാശകൾ ഉണ്ടാക്കുന്ന ആളുകളെ ഒന്ന് നോക്കൂ. കുറച്ച് വിരൂപമാക്കി വെക്കും, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക കറുപ്പിച്ചു വെക്കും. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ജോലി ചെയ്യുന്ന മെയ്ഡിനെ, കറുത്ത മെയ്ഡിനെ വെക്കത്തുള്ളൂ. കറുത്ത സ്കിന്നുള്ള ബ്രൗൺ സ്കിന്നുള്ള ആളെയാണ് മെയ്ഡാക്കി കാസ്റ്റ് ചെയ്യും. കാറ്റ് പോട്ടെ, കാറ്റല്ലേ മരം നന്ദിക്ക് മടുന്നാണ് കാട്ടിലേക്ക് പൊടി പിടിക്കാതെ കുഴപ്പം.
തണുപ്പുണ്ട് കാറ്റിന്. സോ അങ്ങനെയുള്ള ഒരു ക്ലീഷേ ഉണ്ട് മൂവീസിലൊക്കെ. ഇപ്പം മാറി വരുന്നുണ്ട് കേട്ടോ, സിനിമകളിലൊക്കെ കുറച്ചിങ്ങനെ മാറി മാറി വരുന്നുണ്ട് അല്ലേ. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നമ്മൾ തന്നെ ചേഞ്ച് ആകണം. മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ നിന്നായിരിക്കണം. ക്ലെൻലിനെസ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ വേണ്ടത്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു ഭയങ്കര സമർത്ഥമായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന ഒരു ഓഫീസിൽ കേട്ടോ. സമർത്ഥ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സൊക്കെ അത് ഇങ്ങനെ പറയും, ഇങ്ങനെ സ്പ്രെഡ്ഷീറ്റിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് അങ്ങ് പറയും എങ്ങനെയായിരിക്കണം പ്രൊജക്ഷൻസ്, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ ആ ലേഡി. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, അവർക്ക് ബോഡി ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷെ മാന്യത വിചാരിച്ചിട്ട് ആരും പറയില്ല, ആർക്കും പറയാനൊരു ധൈര്യമില്ലായിരുന്നു അവരുടെ അടുത്ത്. ഒരു മോശമല്ലേ, ബോഡി ഷെയ്മിങ് ആവില്ലേ, എങ്ങനെ പറയും എന്നുള്ള ഓർത്തിട്ട്. അപ്പോൾ ആരും പറഞ്ഞില്ല, ഞാൻ ഉൾപ്പെടെ പറഞ്ഞില്ല. എനിക്ക് പറയാൻ മടി തോന്നിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥകളാണെങ്കിലോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു രോഗാവസ്ഥയാണെങ്കിലോ നമ്മൾ പോയി കോൺഫ്രണ്ട് ചെയ്യും. അവർക്ക് അറിയില്ലാഞ്ഞിട്ടായിരിക്കില്ലല്ലോ അവരങ്ങനെ വരുന്നത് എന്ന് ഓർത്തിട്ട് ആരും പറഞ്ഞില്ല. പക്ഷെ എന്ത് പറ്റിയെന്നറിയാവോ, അവർക്ക് CFO ലെവലിലേക്ക് പ്രൊമോഷൻ ഡിക്ലൈൻ ചെയ്തു. അത് കാരണമായിരിക്കും എന്ന് എല്ലാവരും പറയണം. കാരണം അവരുടെ ഭയങ്കര സമർത്ഥയാണ് ജോബിൽ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ യു ഷുഡ് നോട്ട് സ്മെൽ ലൈക്ക് എ സ്കങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുണ്ട് കേട്ടോ. അതിനെ നമ്മളിങ്ങനെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് ഒരു സാധനം ഇങ്ങനെ നമ്മുടെ ദേഹത്തോട്ട് ചീറ്റും. അത് ഭയങ്കര അഴുക്ക് മണമാണെന്ന്. ഭയങ്കര അഴുക്ക് മണം എന്ന് പറഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൻ്റെ മണമാണെന്ന് ആ ജീവി അങ്ങനെ ആ സ്പ്രേ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് അതിൻ്റെ ഒരു ടെക്നിക്കാണ്. അതിന് എന്താ പറയുക, ആ ഒരു മണം കേൾക്കുമ്പോൾ എല്ലാ ജീവികളും ഓടിപ്പോവും, അതിനെ പിടിക്കില്ലല്ലോ. സോ അവരുടെ ഒരു സർവൈവൽ ടെക്നിക്കാണ് അത്. അപ്പോൾ ചില ആണുങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഷീ സ്റ്റിങ്സ് ലൈക്ക് എ സ്കങ്ക് എന്ന് പറയും. അത് നമ്മൾ കേൾക്കാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ കറുപ്പും വെളുപ്പും അല്ല കാര്യം, ക്ലെൻലിനെസ് വേണം, പിന്നെ ആറ്റിറ്റ്യൂഡ് നന്നായിരിക്കണം. ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലർക്കൊക്കെ ഇത് ബോറിംഗ് ആയിട്ട് തോന്നാം, സ്കിപ്പ് ചെയ്തോളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ.